അപ്പോൾ ഇനി ഗോൾഡ് ആരും വാങ്ങരുത്, ഗോൾഡ് വാങ്ങാതിരിക്കുന്നത് ഒരു നാഷണൽ ഡ്യൂട്ടി ആണെന്നാണ് മോദിജി പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വീഡിയോ മുഴുവനായി കാണുക. ഇന്ത്യയിലെ ഗോൾഡ് ഭൂരിഭാഗവും ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യാൻ റുപ്പിയെ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ റുപ്പിയുടെ ഡിമാൻഡ് കുറയും, റുപ്പിയുടെ മൂല്യം ഇടിയും. ഓൾറെഡി കഴിഞ്ഞ 2 വർഷം കൊണ്ട് റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞ് തകർന്നു കിടക്കുവാണ്. ഈ വീഴ്ചയെ കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഗോൾഡ് വാങ്ങാതിരുന്നാൽ രാജ്യത്തിന് ഗുണമാണ്, പക്ഷെ ഒരു സാധാരണക്കാരന് ഇത് ഗുണമാണോ? ഒരിക്കലുമല്ല. ഗോൾഡ് വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഗോൾഡ് ഒരു ഇൻഷുറൻസ് ആണ്. ഗവൺമെന്റ് സ്വന്തം ഇഷ്ടത്തിനെടുക്കുന്ന തീരുമാനങ്ങൾ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെതിരെ, റുപ്പി വീക്കണിങ്ങിനെതിരെ സാധാരണക്കാരന്റെ പൈസയുടെ മൂല്യത്തെ പിടിച്ചു നിർത്തുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ്. ലോകം മുഴുവനുള്ള സെൻട്രൽ ബാങ്കുകൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായി ഗോൾഡ് മേടിച്ച് ഖജനാവിൽ വെച്ചിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ സുരക്ഷ ഏത് രീതിയിലാണ് കുറഞ്ഞു പോകുന്നത്? ഇനി കഴിഞ്ഞ 2 വർഷം കൊണ്ട് റുപ്പി ഇത്രയും ഫോളോ ആവാനുള്ള കാരണം നമ്മൾ ഗോൾഡ് വാങ്ങുന്നത് കൊണ്ടോ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുന്നത് കൊണ്ടോ മാത്രമല്ല. നമ്മൾ കാണാതെ പോയ കുറച്ച് സത്യങ്ങൾ കൂടെയുണ്ട്. പാർട്ട് 2 കാണാം. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യും.